إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽഹംദുലില്ലാഹ്. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ. അസ്സലാമലൈക്കും ബാപ്പാ. വലൈക്കും സലാം. മോനെ ബഷീറെ, നിനക്ക് സുഖമാണോടാ? ബാപ്പാ, ഞാൻ ആയിഷയുടെ ഫോണിൽ വിളിച്ചിരുന്നു, എടുക്കണില്ലല്ലോ. അവൾ ഉമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. മോനെ, നീ എങ്ങനെയെങ്കിലും ഇങ്ങ് വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ വിളിയൊന്നും വന്നില്ല. സാരമില്ല ബാപ്പാ, എന്നെക്കാളും അത്യാവശ്യമായിട്ടുള്ളവർ വരട്ടെ. എനിക്കിവിടെ ജോലിയൊന്നും ഇല്ലെങ്കിലും സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മോൻ പറഞ്ഞതും ശരിയാ. ബാപ്പയ്ക്ക് അവിടെ കാശിന് വല്ല അത്യാവശ്യം ഉണ്ടോ? ഇവിടുത്തെ കാര്യത്തിനൊന്നും കുഴപ്പമില്ല. ആയിഷ വരുമ്പോ ഞാൻ വിളിച്ചു എന്ന് പറയണം. എന്നാ വെക്കട്ടെ ബാപ്പാ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഓക്കെ, ശരി മോനെ, വെച്ചോ. അൽഹംദുലില്ലാഹ്. സുബൈദേ മോളും ഇങ്ങ് എത്താറായല്ലോ. എന്താ വാങ്ങി വെക്കുന്നത്? ഇതുകൊണ്ട് എന്താകാനാ? ആകെപ്പാടെ 170 രൂപയേ ഉള്ളല്ലോ. എന്താ ഇനിയൊരു വഴി? ഇത് തോമസ് കുട്ടി വക്കീലാണെങ്കിലും കോടതി പോക്കില്ല. എങ്കിലും നാട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ തോമസ് കുട്ടി തന്നെ വേണം.
ആരാ സുഖനായും മോളും വന്നോ? ആരോ വെല്ലടിച്ചേ, നോക്കട്ടെ. ആ, ഇതാരാ? തോമസ് കുട്ടിയാണ്. ഈ വഴിക്കൊക്കെ കണ്ടിട്ട് കുറേനാളായല്ലോ. കുറെ തിരക്കുകളായിരുന്നു. ഇപ്പോ ലോക്ക്ഡൗൺ അല്ലേ, ഇപ്പൊ വെറുതെ ഒന്ന് കയറി പോകാമെന്ന് കരുതി. കേറി വാ. ആയിഷയും ഉമ്മയും എവിടെ? സുബൈദായും മോള് ഇവിടെ ഇല്ല മോനെ. അവര് ആശുപത്രി പോയിരിക്കുക, ചെക്കപ്പിന് പോയതാ. ഇപ്പം വരും, മോൻ വാ. ആ ഇരിക്കും മോനെ. ബഷീർ വിളിച്ചോ? വിളിച്ചു, അവൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവന് അവിടെ ജോലി ഉണ്ടോ? ഇല്ല, 2 മാസമായി ശമ്പളവും ഇല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? എന്ത് ചെയ്യാനാ മോനെ, അങ്ങനെ പോകുന്നു. അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിയിരുന്നു, അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഒന്നും പറഞ്ഞില്ലല്ലോ മോനെ. അത് അവന് ഓർമ്മ കാണില്ല. മോനോട് പൈസ മേടിച്ച കാര്യം ബഷീർ ഇത്ര കാലമായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ. 2 വർഷമായില്ലേ അവൻ വന്നു പോയിട്ട്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കാശ് വാങ്ങില്ല എന്നറിയാം. എന്റെ കൂട്ടുകാരൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ ഞാനല്ലേ സഹായിക്കേണ്ടത്. പോലെ സന്മനസ്സുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. മോനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ദൈവം എനിക്ക് ഇങ്ങനെ പണം തന്നത് ആവശ്യ സമയത്ത് ഉപയോഗിക്കാനല്ലേ. കൂട്ടുകാരനെ സഹായിക്കാതെ എത്ര പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? മോനെ അള്ളാഹു അനുഗ്രഹിക്കും. മോനൊക്കെ കർത്താവെന്ന് വിളിക്കുന്നതും ഞങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. ശരിയാക്ക, ദൈവത്തിന് ജാതിയും മതവും ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെ. നമ്മൾ പല പേരിൽ വിളിക്കുന്നു എന്നേ ഉള്ളൂ. മോൻ പറഞ്ഞത് ശരിയാ. ഓക്കെ ശരി ഇക്ക, ഈ കാശിക്ക വെച്ചോ, കാര്യങ്ങളെല്ലാം നടക്കട്ടെ. എന്നാ ശരി മോനെ, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. ശരി ഇക്ക. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച ചെക്കനാ. വലിയ കാശുകാരനായാലും കരുണയുള്ളവനാ. ഇങ്ങനെ വേണം മനുഷ്യന്മാർ. ജാതിയും മതവും ഒന്നും അല്ല, നല്ല മനുഷ്യന്മാരായി ജീവിച്ചാൽ മതി. തോമസ് കുട്ടിയെ പോലെ തന്നെ നമുക്കും നല്ല പ്രവൃത്തികൾ ചെയ്ത് ഈ സമൂഹത്തിൻ്റെ തന്നെ മാതൃകയാകാം.